ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സർക്കുലേറ്റ് എന്നാണ് പുതിയ പേര്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ടീറക്സ് അക്വാട്ടിക്സിൽ കൂടുതലും ഫിഷ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് മാത്രമായിരുന്നു. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിഷ് ഹോബി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന എല്ലാ റെയറായിട്ടുള്ള ഫിഷസിനെയും നമ്മളിന്നും കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഉടനെ വരും. ഇപ്പോൾ ഫിഷ് അല്ലാതുള്ള മറ്റ് ഹോബികളും ഇൻട്രസ്റ്റുകളും കൂടെ നമ്മളിതിൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ അവരുടെ വീട്ടിൽ ഡോഗിനെ മേടിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച. അപ്പോൾ അവർ ഫൈനലൈസ് ചെയ്ത് നിന്ന ബ്രീഡ് എന്ന് പറയുന്നത് ബെൽജിയം മാൽനോയ്സ് ആണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ, 2 കൊച്ചു ആൺകുട്ടികളാണ് എന്നുള്ളത്. അപ്പോൾ എന്നോട് ഈ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേ ബി യു ഹാവ് ടു റീകൺസിഡർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽജിയം മാൽനോയെ കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ദർ ആർ സർട്ടൻ തിങ്സ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതൊരു ബ്രീഡ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇനി ഇതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ട് എനിക്കെന്ത് ആധികാരികതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഡോഗ്സ് ഇല്ല. ബിക്കോസ് കുട്ടിക്കാലത്ത് ഡോഗ് വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് അറിയാമല്ലോ, പൊതുവെ ഫെൻസൊന്നും ഇല്ലാത്തൊരു വീടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു പറമ്പിൽ മേനക എന്ന് പറഞ്ഞൊരു പട്ടി, സ്ട്രേഞ്ച് നെയിംസ്, പട്ടി പ്രസവിച്ച് കിടന്നപ്പോൾ അതിൻ്റെ ഒരു കുട്ടിയെ ഞാനെടുത്തു, ഒരു ആൺകുട്ടി. എല്ലാവർക്കും ഒന്ന് ആൺപട്ടിയെ മതി. അപ്പോൾ 2 എൻ്റെ കസിനെടുത്തു, 1 എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ പറഞ്ഞു, ഇത് വളരുമ്പോഴത്തേക്ക് ഇത് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. പുള്ളിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞതാണ്. ഫാദർ വെരുക്, മരപ്പെട്ടി, വവ്വാൽ, കാക്ക തുടങ്ങിയ എല്ലാ ജീവികളെയും പുള്ളി വളർത്തിയിട്ടുണ്ടെങ്കിലും ഡോഗ്സുമായിട്ട് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പം അന്ന് നമുക്ക് വേറെ വഴിയില്ല. അതിനുശേഷം ടീനേജൊക്കെ ആയി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുട്ടിയെ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ ബ്രീഡായതിനെ ഞാൻ എൻ്റെ മാല പണയം വെച്ചിട്ട് 2500 രൂപയ്ക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പിയെ കൊണ്ടുവന്നു. അതിനെ ഞാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ട്രെയിൻ ചെയ്യുക. അന്ന് ഈ ഇൻ്റർനെറ്റിലൊന്നും വലിയ ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഡോക്ടർ ബി ഷൈൻകുമാറിൻ്റെ നായകൾ, കേരളത്തിലെ നായകളോ അങ്ങനെ എന്താ പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ആവർത്തിച്ച് വായിച്ച് നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ, പിന്നെ ടൊറൻറ്റോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മൈക്കിൾ എല്ലീസിൻ്റെയൊക്കെ ലീർബർഗ് ഡോഗ് ട്രെയിനിങ് മെത്തേഡ്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മിലിറ്ററിയിലും പോലീസിലും ഒക്കെ ഈ ഹൈ ഡ്രൈവ് ഡോഗുകളെ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് ആയിരുന്നു. നമുക്കതൊന്നും അത്രയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ ആ ഡോഗിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ബേക്ക്ഡ്, അതായത് ഒരു സാധനം റിട്രീവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 പ്രാവശ്യം റിട്രീവ് ചെയ്യും. 6ാമത്തെ വട്ടം വേറെ എവിടെയെങ്കിലും കൊണ്ടിടും സാധനങ്ങളൊക്കെ. നല്ലൊരു സ്വിമ്മറായിരുന്നു. ഏതാണ്ട് 12 വർഷത്തോളം ആ ഒരു ജർമ്മൻ ഷെപ്പേർഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നാളൊരു ഡോബർമാനെ വളർത്താൻ പറ്റി. പക്ഷേ അപ്പോഴും എനിക്ക് ഈ ഗൾഫിലോട്ട് വരാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയപ്പോഴത്തേക്ക് അതിനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നായകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫോസ്റ്ററിങ്, ആരുടെയെങ്കിലും ഡോഗ്സിനെ ചിലപ്പം വീട്ടിൽ കീപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു പെക്കിനീസ് യോർക്ക്ഷയർ ടെറിയർ ക്രോസ് യോർക്കിനീസ് എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഉള്ളൊരു നാടൻപട്ടിയെ സലൂക്കി, അതായത് നമ്മുടെ നാട്ടിലെ രാജപാളയം പോലെയൊക്കെയുള്ള സൈറ്റ് ഹോണ്ട് സലൂക്കിയെ കൊണ്ടുവന്നു. പക്ഷെ അത് പുറത്ത് 1-2 ജനറേഷൻ പുറത്ത് ബ്രീഡായ ഡോഗായതുകൊണ്ട് ഒട്ടും ഹ്യൂമൻ ഫ്രണ്ട്ലി അല്ലാത്തൊരു ഡോഗായിരുന്നു. എനിക്കതിനെ തിരിച്ച് അതിൻ്റെ പേരൻസിൻ്റെ കൂടെ തന്നെ വിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡോഗ്സിനെ പരിചയപ്പെടുത്താം. ആദ്യത്തേത് ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും വില്ലനുമായിട്ടുള്ള 2 കിലോ തൂക്കമുള്ള മാക്സ്, ഹീസ് എ ചിവാവ. പിന്നീടുള്ളത് ജാക്ക് റസൽ ടെറിയർ, 5 കിലോ തൂക്കമുള്ള ടെറിയർ ഇനത്തിൽ വരുന്ന, ജാക്ക് റസൽ ടെറിയർ ഇനത്തിൽ വരുന്ന ചേസ്, ഹീസ് ഓൾസോ 3.5 years. പിന്നീട് ബെൽജിയം മാൽനോവ ഇനത്തിൽ വരുന്ന ചെക്ക് റിപ്പബ്ലിക്കൻ ഇമ്പോർട്ടായിട്ടുള്ള സിസ്കോ ഒരു ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ബെൽജിയം മാൽനോവാണ്. ഞാൻ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുമെങ്കിലും സിസ്കോയെ ട്രെയിൻ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജോർജാണ്. ഡോഗ് ട്രെയിനിങ് മേഖലയിലുള്ള ആളുകൾക്കറിയാം ബാഡ് ബലൻ്റെ നിപ്പോപ്പോ ഡോഗ് ട്രെയിനിങ് മെത്തേഡ്, അതിലെ സിൽവർ സ്കൂൾ മെഡലിസ്റ്റാണ് ജോർജ്. ഇന്ത്യൻ
ആർമിയിൽ പുള്ളി തൻ്റെ സ്വന്തം ഡോഗുകളെ കൊണ്ട് പല ഓപ്പറേഷൻസിനും പോയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഒരു ഡോഗ് ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നു. ആരുടെയും അണ്ടറിൽ ഡോഗ് ട്രെയിനിങ് പഠിക്കാനുള്ളൊരു അവസരം ലഭിച്ചില്ലെങ്കിലും എനിക്ക് കിട്ടാവുന്ന റിസോഴ്സസൊക്കെ വെച്ചിട്ട് ഞാൻ ഡോഗ് ട്രെയിനിങ് മെത്തേഡ്സ് പഠിച്ചു. പക്ഷെ അതൊന്നും നമുക്ക് ശരിയായ രീതിയിലേക്ക് എന്താണ് നമ്മൾ ഡോഗ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ശരിക്കും മനസ്സിലായത് ജോർജിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷമാണ്. എനിക്കങ്ങനെ കുറേ അധികം ഡോഗ്സിനെ ഇവിടെ പല ബ്രീഡിലുള്ള ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞത് ഡോൺ ഗോ ഫോർ എ ബെൽജിയം മാൽനോ നൗ. മേ ബി അടുത്ത അപ്ഡേറ്റ് കൊച്ചുങ്ങളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു ഡോഗിൽ എക്സ്പീരിയൻസ് ലഭിച്ച ശേഷം മേ ബി യു ക്യാൻ ഗോ ഫോർ എ ബെൽജിയം മാൽനോ. സോ വൈ നോട്ട് എ ബെൽജിയം മാൽനോ? നിങ്ങൾക്കറിയാം ബെൽജിയം മാൽനോയ്സിൻ്റെ പല രീതിയിലുള്ള ഇൻ്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ പറക്കുന്ന ചാടുന്ന ഡോഗ്, കയറെ കയറി നിൽക്കുന്ന ഡോഗ്, റിവേഴ്സ് പോകുന്ന ഡോഗ്, ഇതെല്ലാം ബെൽജിയം മാൽനോസ് കാണിക്കാറുണ്ട്. അതേപോലെ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ പോയ ബെൽജിയം മാൽനോ വളരെ ഫേമസ് ആണ്. ഇംഗ്ലീഷ് മൂവികളിലും നമുക്ക് കാണാം. വിഷ്യസ് ഡോഗായിട്ടും ചിലപ്പോൾ പ്രൊട്ടക്ടറായിട്ടും ഒക്കെ ബെൽജിയം മാൽനോസിനെ ഫീച്ചർ ചെയ്യാറുണ്ട്. ഈ ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഫോർ വർക്ക്. അതൊരു ഷെപ്പേർഡ് കാറ്റഗറിയിൽ വരുന്നൊരു ഡോഗാണ്. ഷെപ്പേർഡ്സ്, ടെറിയേഴ്സ്, ഹൗണ്ട്സ്, ഇതിനെല്ലാം മനുഷ്യൻ ഇതിനെ ബ്രീഡ് ചെയ്ത്, അതായത് നമ്മുടെ ഗ്രേ വൂൾഫിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഒരു സ്പീഷീസായ കാനിസ് ലൂപ്പസ് ഫെമിലാരിസിനെ മനുഷ്യൻ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി പല ആവശ്യങ്ങൾക്കായിട്ട്, പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വലിയ മാസ്റ്റിഫുകൾ, ലൈഫ് സ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഷെപ്പേർഡ്സ്, ഹണ്ടിങ്ങിനും അതേപോലെ മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ടെറിയേഴ്സ്, അതേപോലെ സൈറ്റ് ഹോൺസ്. ഒരുപക്ഷെ നായ ഇനങ്ങളിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള സൈറ്റ് ഹൗണ്ടുകളെയൊക്കെ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഈസ്റ്റ് ഏഷ്യ, അതേപോലെ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ ബെൽജിയം മാൽനോ മാത്രമല്ല, വർക്കിംഗ് ലൈൻ ഡോഗ്സ് എന്താണെങ്കിലും, ജർമ്മൻ ഷെപ്പേർഡ് തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതലൊന്നല്ല, മേ ബി 99% ജർമ്മൻ ഷെപ്പേർഡ്സ് എന്ന് പറയുന്നത് ഷോ ലൈൻ ജർമ്മൻ ഷെപ്പേർഡ്സാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ലൈക്ക് അത്യാവശ്യം ഗാർഡിങ്ങൊക്കെ എബിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ദർ ഇസ് അനദർ കാറ്റഗറി DDR വർക്കിംഗ് ലൈൻ ജർമ്മൻ ഷെപ്പേർഡ്സ്. കാണാനായിട്ട് ഷേപ്പൊക്കെ ബെൽജിയം മാൽനോ ഒക്കെ പോലെ ഇരിക്കും, പക്ഷേ കുറച്ചും കൂടെ ഹെവി ബിൽറ്റാണ്. ഡ്രൈവും ഈ ബെൽജിയം മാൽനോ പോലെ തന്നെയാണ്. അവർക്ക് കോൺസ്റ്റൻ്റായിട്ട് വർക്ക് വേണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡോഗിനെ, വർക്കിനായിട്ട് ഡെവലപ്പ് ചെയ്ത ഡോഗുകളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും കോൺസ്റ്റൻ്റായിട്ട് ആ ഡോഗിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് വേണം. അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ്, പിന്നെ അത് ബാർക്കിംഗ് ആവാം, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ആവാം, അഗ്രഷൻ ആവാം. അപ്പം എയർലി സോഷ്യലൈസേഷൻ, അതേപോലെ തന്നെ കോൺസ്റ്റൻ്റായിട്ടുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുള്ള ഡോഗ് ഇനമാണ് ബെൽജിയം മാൽനോ. അത് ഞാൻ എൻ്റെ കസിൻ്റെ മകനോട് പറഞ്ഞ് അവൻ്റെ ആ ബെൽജിയം മാൽനോ എന്നുള്ള ഡിസിഷൻ മാറ്റിയിട്ട് അവരിപ്പോൾ ഒരു ഷോർട്ട് ഹെയർ ജർമ്മൻ ഷെപ്പേർഡ് പപ്പി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. ഐ വിൽ സൂൺ കമ്മിങ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. ബൈ.